NDA നെന്മാറ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വടവന്നൂരിൽ നടത്തി. NDA സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചാൽ നെൽകൃഷി ഉൾപ്പെടെയുള്ള കൃഷികളെല്ലാം നശിക്കുകയല്ലാതെ പ്രത്യേകിച്ച് വലുതായ ഡെവലപ്മെന്റ് നമ്മുടെ പാലക്കാട് പ്രദേശത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതേ അവസ്ഥ തന്നെയാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോട്ടുമുള്ള പ്രദേശങ്ങളിലെല്ലാം. നമ്മുടെ തൊട്ടടുത്തുള്ള കോയമ്പത്തൂർ നമ്മൾ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ കേരള സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിന്റെ അടുത്തേക്ക് വരും ഈ പറയുന്ന ആ ജില്ലയുടെ അവിടുത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ. ഇന്ന് പാലക്കാടുള്ള ആളുകൾ മുഴുവൻ ഇന്ന് കോയമ്പത്തൂരിനെ അഭിമുഖിക്കാൻ അവിടത്തേക്ക് പോകേണ്ട അല്ലെങ്കിൽ അതിനെ അവരുടെ സഹായം വേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റുള്ള ഓരോ പ്രദേശങ്ങളെടുത്ത് പരിശോധിച്ചാൽ. പക്ഷെ അതേ സമയത്ത് ഇത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇവിടെ രാഹുൽ ഗാന്ധി വരികയും ഏതാണ്ട് 5 പുതിയ കർമ്മ പദ്ധതി അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ സഹായിക്കുന്ന വലിയ കാര്യങ്ങൾ, സ്ത്രീകൾക്ക് വണ്ടി ഫ്രീ ആയി അങ്ങനെ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടായി. ഇത് ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും നമ്മൾ നടത്തുകയും നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടക ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇത് നടപ്പിലാക്കുകയുണ്ടായി. പക്ഷെ ഇവിടുത്തെ ഇന്നത്തെ ആ സ്റ്റേറ്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ റോഡുകൾ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ആ മറ്റുള്ള ഡെവലപ്മെന്റുകൾക്കൊന്നും പണമില്ലാതെ ഇങ്ങനെ ഫ്രീ ആയി പലരും എഴുതി കൊടുത്തുകൊണ്ട് ഈ കർണാടക സ്റ്റേറ്റിന്റെ തന്നെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടവരാണ്. NDA നിയോജക മണ്ഡലം കൺവീനർ K. സന്തോഷ് കുമാർ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി AN അനുരാഗ്, BJD സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ, മേഖലാ വൈസ് പ്രസിഡന്റ് M. സുരേന്ദ്രൻ, നിർമ്മൽ കുമാർ, പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.